സിനിമ റിവ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളും സാധാരണ പോലെ സിനിമ പോയി കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ നമ്മുടെ ഇഷ്ടാനുസരണം പറയുന്നു. ചിലപ്പോൾ നമ്മുടെ റിവ്യൂകളും പാളാം, ആരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷെ ഇന്നലെ ഇറങ്ങിയ ഒരു സിനിമയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്നലെ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, സൂര്യയുടെ. നമ്മളിപ്പം ഒരു തമിഴ് നടന്റെ സിനിമയാണ്. പ്രത്യേകിച്ച് ഞാൻ സൂര്യ ഫാനൊന്നും അല്ല, പക്ഷെ വിശ്വനാഥ് ആൻഡ് സൺസ് എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊക്കെ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നമ്മളൊക്കെ റിവ്യൂ ഇട്ടതാണ്. പക്ഷേ ഇത് നമ്മുടെ അശ്വന്ത് കോക്ക് വളരെ മോശമായ റിവ്യൂ പറഞ്ഞു. അതായത് ഒരു പോസിറ്റീവ് ഇല്ലാത്ത രീതിയിൽ. അതായത് ഒരു ബില്യനെയറിന്റെ കഥ പറയുമ്പം പ്രൈവറ്റ് ജെറ്റോ അല്ലെങ്കിൽ പട്ടുസാരി ഇട്ട സ്ത്രീയോ ഒക്കെ വരുന്നത് ഓട്ടോമാറ്റിക് ആണല്ലോ. പിന്നെ ബില്യനെയറിന്റെ കഥ സിനിമയായിട്ട് അങ്ങ് എടുക്കുമ്പം അതൊക്കെ അങ്ങ് ഓക്കെ ആവും. പിന്നെ അദ്ദേഹം പറഞ്ഞത് മമിത ബൈജു വളരെ മോശമാക്കി, സൂര്യ വളരെ മോശമാക്കി, വളരെ മോശം, രാധിക ശരത് കുമാർ ശോകം. ഈ പറയുന്നതിനോടൊന്നും നമുക്ക് നിങ്ങൾ കണ്ട ഇതൊരു ഫാമിലി, ഒരു കോമഡി, ഇമോഷണൽ ഡ്രാമയാണ്. ആ ഒരു സിനിമ നമുക്കറിയാം ഇതൊരു ക്ലീഷേ കഥ തന്നെയാണ്. പക്ഷെ നല്ല രസമായിട്ട് വെങ്കിയേറ്റിലൂരി എടുത്ത് വെച്ചേക്കുന്ന ഒരു നല്ലപോലെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിയായിരിക്കും, നമുക്ക് പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ്. സൂര്യ നല്ലപോലെ ഇമോഷണൽ ആണെങ്കിലും അത്യാവശ്യം ഹ്യൂമർ ആണെങ്കിലും എല്ലാം നല്ല വൃത്തിയായിട്ട് കുറേ നാളിന് ശേഷം നല്ലപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മമിത ബൈജുവിന്റെ ക്യാരക്ടർ നമ്മൾ എടുത്തു പറയണം. അശ്വന്ത് കോക്ക് പറഞ്ഞ പോലെ ഒരിക്കലും എനിക്ക് തോന്നിയില്ല. കാരണം ഇത് OTT വരുമ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റർ മാറിക്കഴിഞ്ഞാൽ ഈ മമിത ബൈജുവിന്റെ ക്യാരക്ടർ പോക്കാണ് ആ സിനിമയിൽ. അതുപോലെ മോശമായേനെ. പക്ഷെ നല്ല വൃത്തിയായിട്ട് ആ കുട്ടി ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പലപ്പോഴും ഈ രാധിക ശരത് കുമാറുമായിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സൂര്യയായിട്ടുള്ളതൊക്കെ നല്ല വൃത്തിയായിട്ട് മമിത ബൈജു ചെയ്തിട്ടുണ്ട്. മമിത ബൈജുവിന്റെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ സിനിമയിൽ അഭിനയം തന്നെയാണ്. പ്രേമലൊക്കെ ആണെങ്കിൽ പോലും അതിനെക്കാട്ടും എനിക്ക് തോന്നി. കാരണം ഒരു തമിഴ് പടം, അന്യഭാഷ പടത്തിൽ പോയിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് തോന്നി. 3, രാധിക ശരത് കുമാർ നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു സീനുണ്ട്, ഒരു ഇമോഷണൽ സീൻ. ആ ഇമോഷണൽ സീൻ കഴിയുമ്പോൾ നമുക്കും കണ്ണു നിറയണമെന്നുണ്ടെങ്കിൽ, ആ തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു നല്ല ശതമാനം പേർക്കും കണ്ണു നിറയണമെന്നുണ്ടെങ്കിൽ ആ ഇമോഷണൽ സീൻ നമുക്ക് കണക്ട് ആയതുകൊണ്ടാണ്. അന്നേരം അത്രയും നല്ല സീനുകളും അത്യാവശ്യം നല്ല സിനിമകളും കണ്ടുകൊണ്ടിരിക്കാൻ, ഒരു ഫാമിലി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിട്ടൊരു സിനിമയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിനോട് ഇപ്പം എനിക്കൊരു പേഴ്സണലി ഒരു ഇത് തോന്നിയോണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതായത് ഇപ്പം നമ്മുടെ റിവ്യൂ എല്ലാം വലിയ ബെസ്റ്റാണ്, പെർഫെക്റ്റ് ആണെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇങ്ങനൊരു സിനിമയെ ഇങ്ങനെ അങ്ങ് വലിച്ചീറി നശിപ്പിക്കരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് പറയുക. ഇത് എങ്ങനെയുള്ള സിനിമയാണ്, കണ്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റെസ്പോണ്ട് ചെയ്യുക. കമൻസിൽ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻസ് രേഖപ്പെടുത്തുക.